കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ അറിയുന്നു, തൻ്റെ ജനത്തെ നടത്തുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ തനിക്കുള്ളവയെ അറിയുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും അറിയേണ്ടതുപോലെ അറിയാൻ കഴിവുള്ള ഒരേ ഒരുവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന ദൈവം, സംഘർഷങ്ങളെ അറിയുന്ന ദൈവം, സാധ്യതകളെല്ലാം അസ്തമിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്തും എനിക്ക് കഴിയുമെന്ന് പറയുന്ന ഒരേ ഒരു ദൈവം നമ്മുടെ ദൈവമല്ലാതെ മറ്റാരും. വരുവിൻ വണങ്ങി നമസ്കരിക്കാൻ നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പാകെ നമുക്കൊന്ന് മുട്ടുകുത്താം. അവിടുത്തെ പോലെ വലിയ ദൈവം ആയിരിക്കും. നമ്മുടെ വഴികളുടെ കുറവ് തീർക്കുന്ന, ശക്തി കൊണ്ട് അരമുറുക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവത്തിന് നന്ദി പറയാം. അവരും അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ലെങ്കിൽ ഈ ദൈവം നമ്മുടെയും ദൈവമാണ്. വിളിക്കപ്പെടാൻ, ദൈവം നമ്മുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വിശ്വാസമുണ്ടോ? അബ്രഹാം ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചു. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ അബ്രഹാമിൻ്റെ ദൈവം. അടുത്ത ജനറേഷൻ വന്നപ്പോഴും ഒന്നിനും കുറവ് വരുത്തിയില്ല. ഇസഹാക്കിൻ്റെ ദൈവം. അടുത്ത ജനറേഷനും ദൈവത്തെ കണ്ടാരാധിച്ച മനുഷ്യൻ, ദൈവസാന്നിധ്യം അനുഭവിച്ച, വാസ്തവമായി യഹോവ ഈ സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യൻ, അവൻ്റെയും പേരിൽ ദൈവം അറിയപ്പെട്ടു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ് എന്ന് ഇന്ന് പറയാൻ ലജ്ജിക്കുന്നോ അവിശ്വാസങ്ങളോ സംശയങ്ങളോ പിറുപിറുപ്പുകളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ മാതൃകയോടെ ജീവിക്കാൻ, വിശുദ്ധിയോടെ ജീവിക്കാൻ, അഭിഷേകത്തോടെ ജീവിക്കാൻ, ആത്മാവിൽ സഞ്ചരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ദൈവം ഉന്നതനായ ദൈവമാണ്, ഉയർന്നിരിക്കുന്ന ദൈവമാണ്, ശാശ്വതവാസിയായ ദൈവമാണ്, പരിശുദ്ധൻ എന്ന നാമമുള്ളവനാ. അവിടുത്തെ പ്രവൃത്തികൾ അത്യുത്തമമാ. അവിടുത്തെ കഴിയാത്ത ഒരു കാര്യമില്ല. സ്വർഗത്തിലെ ദൈവം കാര്യങ്ങളെ സാധിപ്പിക്കുന്നു. അവിടെ നമുക്ക് വേണ്ടി ഉദ്ധാരണം ചെയ്യുന്ന ദൈവം കാര്യവും വ്യവഹാരവും നടത്തുന്നു. ഭയപ്പെടുന്ന നാളിൽ അടുത്തു വന്നിട്ട് ഭയപ്പെടണ്ട എന്ന് പറയുന്ന ദൈവശബ്ദത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യണം. ഞാൻ ഭയപ്പെട്ട നാളിൽ നീ അടുത്ത് വന്ന് ഭയപ്പെടണ്ട എന്ന് പറയുന്ന ആ ശബ്ദം ഇന്നും പകൽ നമ്മളെ ബലത്തോടെ നിർത്തണം, ശക്തിയോടെ നിർത്തണം. കൃപയുടെ ആഴങ്ങൾ കർത്താവ് നമ്മളെ കൊണ്ടുവരും. ഒരു ശക്തിക്ക് നമ്മളെ തടയാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കരുതലുകളും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ നമ്മുടെ ദൈവത്തിൻ്റെ പക്കലുണ്ട് സഹോദരങ്ങളെ. അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം. മറ്റുള്ളവരെ നമ്മൾ നോക്കണ്ട. നമ്മൾ ദൈവസന്നിധിയിൽ എങ്ങനെയായിരിക്കുന്നു, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു, മാതൃകയോടെയാണോ നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവം പറ, കർത്താവ് ഞാൻ മുഖാന്തരം അനേകർ കൃപയിലേക്ക് വരണം. ഈ കർത്താവിനെ അറിയണം. ദൈവത്തിൻ്റെ മഹത്വം എന്നിലൂടെ വെളിപ്പെട്ട് വരണം. ഇന്ന് പലയിടത്തും വിശ്വാസികളത് പറയുന്നവർ മാതൃകയില്ലാതെ ജീവിക്കുമ്പോൾ ദൈവം അപമാനിക്കപ്പെടുന്നില്ലേ? അനേകർ നമ്മളെ നോക്കിയിട്ട് പുറകോട്ട് പോകുന്നില്ലേ? നല്ലൊരാത്മീയനെ കാണുമ്പോൾ പറയണം, അകത്തും പുറത്തും ഒരുപോലെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന
സാക്ഷ്യമുള്ളവനെന്ന് പറയത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മളോട് വെളിപ്പെട്ടു വരണം. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു. കർത്താവിൻ്റെ വരവ് വാതിൽക്കലായിരിക്കുന്നു. ഇപ്പോഴും ഒരുങ്ങുവാൻ സമയമുണ്ട്. ഇന്നും ദൈവം നമുക്ക് അവസരം നൽകിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ഏറ്റുപറഞ്ഞ, വിശ്വസ്തതകളും അവിശ്വാസങ്ങളും പാപങ്ങളും ഏറ്റുപറഞ്ഞ കർത്താവിങ്കിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. അവിടുത്തെ വരവിനായി നമുക്കൊന്ന് ഒരുങ്ങാം. കൈവിടപ്പെട്ടു പോകരുത്. പിന്നീട് നമുക്കൊരവസരമില്ല. ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരാൻ ഇരുന്ന മേലും ഇടയാക്കട്ടെ. 57 സങ്കീർത്തനം 1 വാക്യം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അത് ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ഒരു സ്വർണഗീതമാണ്. ശൗലിൻ്റെ മുമ്പിൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത് സ്വർണഗീതമായി ആലേഖനം ചെയ്ത ശ്രേഷ്ഠമായൊരു ഗീതം. ഓടിപ്പോകുമ്പോഴും പാടുന്ന, യഹൂദ മരുഭൂമിയിലായിരിക്കുമ്പോഴും പാടുന്ന, ഫിലിസ്ത്യൻ്റെ കയ്യിൽ അകപ്പെടുമ്പോഴും ഞാൻ യഹോവയെ എല്ലാക്കാലത്തും വാഴ്ത്തുമെന്ന് പറയുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. പക്ഷേ നമ്മൾ പലതിലും വ്യത്യസ്തരല്ലേ. പലതിലും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ പ്രാർത്ഥന നടത്തും, പെറുപുറുക്കും, സംശയിക്കും, ആരാധനയ്ക്ക് പോവില്ല. ഇവിടെ നോക്കൂ, ഇവിടെ എല്ലാം പാട്ട് പാടുന്ന ഒരു മനുഷ്യനെയാണ് കാണുന്നത്. ദൈവത്തെ സ്തുതിക്കുകയാണ്. പൗലോസൊക്കെ പ്രതിസന്ധി നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ അനേക ഡിഗ്രി അനുഭവിച്ച മനുഷ്യനാണ്. കഷ്ടത, പട്ടിണി, നഗ്നത, ആപത്ത്, അത് മാറാനൊന്നും അല്ല പറഞ്ഞത്. ഇതിനെയൊക്കെ ജയിക്കും. ഇതെന്നെ കർത്താവിൻ്റെ ബന്ധത്തെയും തമ്മിൽ പിരിക്കില്ല. ഞങ്ങൾ അതിനെ ജയിക്കുമെന്ന് അവർ പറഞ്ഞേ. പൂർണ്ണ ജയം ക്രിസ്തു നിമിത്തം. കാരണം കർത്താവ് അനുഭവിച്ച പങ്കപ്പാടുകൾ, വേദനകൾ, സംഘർഷങ്ങൾ നിങ്ങളൊന്ന് അനുഭവിച്ചു നോക്കിയേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിന്ദകൾ നമുക്ക് ആർക്കും ഇമാജിൻ ചെയ്യാനോ അനുഭവിക്കാനോ പറ്റാത്ത കാര്യമല്ലേ. കീറിമുറിക്കപ്പെട്ട ശരീരം, പച്ച മാംസം കീറിമുറിക്കപ്പെട്ടു, തലയിൽ വലിയ മുള്ളടിച്ചു കയറ്റി, കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തി, രക്തം ധാരധാരയെ ഒഴുകുന്നു, രോമങ്ങൾ പറിച്ചെടുക്കപ്പെട്ടു. അവിടുന്ന് അനുഭവിച്ച വേദന എത്ര ആഴമായിരുന്നു. അതോർക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം നിമിത്തം ഞങ്ങളെ പുറകോട്ട് പിടിക്കല്ല വേർപിരിക്കുന്ന, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇനി എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ അതിനും പറ്റില്ലെന്നാണ് പൗലോസ് പറയുന്നത്. അവിടെ പ്രാർത്ഥന നിർത്തിയില്ല. ദൈവത്തോടുള്ള ബന്ധം താൻ ജഞ്ചലമായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇവിടെ പാട്ട് പാടുന്ന ഒരു മനുഷ്യനെ കണ്ടോ? ആ പാട്ടിൻ്റെ അർത്ഥം, ദൈവമേ എന്നോട് കരുണ കാണിക്കണമേ, കൃപയുണ്ടാകണമേ. എന്നോട് കൃപ ആവർത്തിച്ച് പറയുക, ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേലൊന്ന് വെളിപ്പെടുത്തണമേ. കൃപ വന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയും. കൃപ വന്നാൽ തിരുവെഴുത്ത് പറയാം, എൻ്റെ കൃപ നിനക്ക് മതി. പൗലോസിന് പറയാം, ആ കൃപ വന്നാൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയായത് മാറും. ഇന്ന് പകൽ വിളിച്ചു പറ, ആ പ്രശ്നങ്ങൾ വരും, കർത്താവേ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് വേണം. ആ കൃപ ഉണ്ടെങ്കിൽ ഞങ്ങൾ ധന്യരാ. ഡയറക്റ്റ് ദൈവം ആർക്കും കഷ്ടത തരത്തില്ല. കൃപയ്ക്കകത്ത് പൊതിഞ്ഞാൽ തരുന്നത് സ്തോത്രം. എങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. കൃപയുണ്ടാകണമേ, കൃപയുണ്ടാകണം. അടുത്ത് നോക്കൂ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കും. ദാവീദ് ദൈവത്തോടുള്ള ബന്ധം ഉറപ്പിക്കുക. വേറെങ്ങുമല്ല ശരണം പ്രാപിക്കുന്നത്. ദൈവമേ, ഞാൻ അങ്ങയെയാണ് ശരണം പ്രാപിക്കുന്നത്, അങ്ങയെയാണ് ആശ്രയിക്കുന്നത്, അങ്ങയുടെ അടുത്തലേക്കാണ് ഓടി വരുന്നത്. അത് ശൗലിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോഴും എനിക്ക് അഭയം പ്രാപിക്കാൻ ശരണമായിട്ടുള്ളത് അങ്ങ് മാത്രമാണ്. അവിടുത്തെ സന്നിധിയിലേക്ക് ഞാൻ ഓടി വരുന്നു. കൊല്ലുവാൻ വരുന്ന, തകർക്കുവാൻ വരുന്ന, മുടിക്കുവാൻ വരുന്ന, പ്രാണനെതിരെ നിൽക്കുന്ന ശക്തിയുടെ മേൽ എനിക്കൊരു ശരണമുണ്ട്. സഹോദരങ്ങളെ, നമുക്കൊരു ശരണമുണ്ട്. പലയിടത്തും ദാവീദ് 27 സങ്കീർത്തനത്തിൽ അത് പറയുന്നുണ്ട്.
കർത്താവ് എൻ്റെ ശരണമാണ്, എൻ്റെ ശൈലമാണ്, എൻ്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാണ്. അവിടെയും ശത്രുശക്തികൾ വന്നപ്പോൾ പാടിയ പാട്ടാണത്. യഹോവ എൻ്റെ വെളിച്ചമാണ്, യഹോവ എൻ്റെ രക്ഷയാണ്, ഒരു സൈന്യം എനിക്കെതിരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടില്ല. നമ്മളോ? ഭയമല്ലേ നമ്മളെ കീഴ്പ്പെടുത്തുന്നത്? ചഞ്ചരിച്ചു പോകുന്നില്ലേ? പതറിപ്പോകുന്നില്ലേ? അവിടെ വിളിച്ചു പറ, ഞാൻ ശരണം പ്രാപിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ്. അടുത്ത ഭാഗം നോക്കൂ. ദൈവമേ, ഈ ആപത്തുകളെല്ലാം ഒഴിഞ്ഞു പോകുവോണം നമുക്കൊരു സുരക്ഷാ കേന്ദ്രമുണ്ട്. വരുന്ന സകല ആപത്തുകളും മാറുവോണം ദൈവത്തിൻ്റെ ചിറകിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അത് പകൽ പറക്കുന്നതാകട്ടെ, ഇരുട്ടിൽ സഞ്ചരിക്കുന്നതാകട്ടെ, പതിയിരിപ്പാകട്ടെ, കുടിയിരിപ്പാകട്ടെ, ആഭിചാരമാകട്ടെ, മന്ത്രവാദമാകട്ടെ, ഇതൊന്നും നിന്നെ തൊടത്തില്ല. കാരണം ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കുന്ന രൂപത്തെ അവിടുന്ന് നിനക്ക് പൂർണ്ണ പ്രതിഫലം തരും കേട്ടോ. ദൈവാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു, ആപത്തുകളെ കണ്ട, പ്രതിസന്ധികളെ കണ്ട, വെല്ലുവിളികളെ കണ്ട് നിരാശപ്പെടാതെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ നിഴൽ ശരണം പ്രാപിക്കുമ്പോൾ നമ്മളെ തള്ളിക്കളയാത്ത ദൈവം. അതിൻ്റെ റിസൾട്ടാണ്, കർത്താവേ, ഞങ്ങൾ വംശങ്ങളുടെ ഇടയിൽ നിനക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ ദയാകാശത്തോളം, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം വലുതല്ലോ എന്ന് പറഞ്ഞ ദൈവത്തെ സ്തുതിക്ക് അവസാനം വരുമ്പോൾ, ശരണം പ്രാപിക്കുന്നവനെ തള്ളിക്കളയാത്ത, ശരണം പ്രാപിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം. നിങ്ങൾ ആശ്രയിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ല. ശരണം പ്രാപിക്കുന്നവരെ, ചിറകിൻ്റെ നിഴലിൽ അഭയം പ്രാപിക്കുന്നവരെ സൂക്ഷിച്ച് നിർത്തി ദുഷ്ടങ്കിൽ നിന്ന് കാക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ വെളിപ്പെടെ യേശുവിൻ്റെ നാമത്തിൽ ആപത്തുകൾ, അനർത്ഥങ്ങൾ മാറുകയാ, ദുഷ്ടശക്തികൾ തകരുക. കാരണം ഒരു ദൈവ പൈതൽ വിളിച്ചു പറ, ഞങ്ങളോട് കൃപ കാണിക്കുന്ന ദൈവം. കൃപയെന്ന് ആർപ്പോടെ നമുക്ക് കാണിക്കല്ല് കയറ്റാം. ദൈവം ഇറങ്ങി വന്ന് ഉടയ്ക്കേണ്ടതിനെ ഉടച്ച് സമഭൂമിയാക്കേണ്ടതിനെ സമഭൂമിയാക്കി നിന്നെ കടത്തത്തില്ലെന്ന് വാദിക്കുന്ന ശക്തിയുടെ നടുവിലൂടെ നിന്നെ കടത്തിവിടും. സകല ആപത്തുകളും ഒഴിഞ്ഞു പോകും. അനർത്ഥങ്ങൾ അവിടുത്തെ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും. അനർത്ഥ ദിവസത്തിൽ വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിക്കും അധികാരം ലഭിച്ചവനെ, അങ്ങയുടെ മുൻപാകെ ഞങ്ങൾ അടുത്തു വരുന്നു. എല്ലാ മുട്ടും മടങ്ങുന്ന നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് കൃപ കാണിക്കുന്ന ദൈവം, അതേ സിയോനോട് കരുണ കാണിക്കുന്ന ദൈവം, അവളോട് കൃപ കാണിപ്പാനുള്ള സമയം വന്നിരിക്കുന്നു. അതേ സമയം വന്നിരിക്കുന്നു. പിതാവേ, തകർന്നു പോയ, തരിപ്പണമായ, ചണ്ടിക്കൂമ്പാരമായി പോയ പൂഴികളോട് അലിവ് തോന്നി കൃപ കാണിച്ച് അതിനെ യഥാസ്ഥാനത്ത് കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ശക്തി ഇന്നു പകൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. വിടുതൽ വ്യാപരിക്കുന്നു, സൗഖ്യം വ്യാപരിക്കുന്നു, ഭയങ്ങൾ മാറുന്നു, ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു, പരിശുദ്ധാത്മാവ് ചിലരെ ബലപ്പെടുത്തുന്നു. അന്നത്തെ ദിവസത്തിൽ അവിടുത്തെ കൂടാരത്തെ ഞങ്ങളെ ഒളിപ്പിക്കുന്നതിന് സ്തോത്രം. തിരുനിവാസത്തിൻ്റെ മറവിൽ മറയ്ക്കുന്നതിന് സ്തോത്രം. പാറവേൽ ഞങ്ങളെ നിർത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ജനത്തെ ബ്ലസ് ചെയ്യുന്നു. സകല മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ മത്സര സഹോദരങ്ങളെ ധൈര്യത്തോടെ സ്തോത്രം ചെയ്യും. അവിടുത്തെ സന്നിധിയിലേക്ക് വരൂ. കൃപ കാണിക്കുന്നത്, കരുണ കാണിക്കുന്ന ദൈവം, കരുത്വം നൽകുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്പിച്ചുമാൻ.